ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. കഴിഞ്ഞ മാസം, അതായത് ജൂലൈ 26 കൊല്ലം ജില്ലയിൽ വെച്ചിട്ട് ഒരു പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. അദ്ദേഹം സൈക്കിളെ ഒട്ടി പോകുമ്പോൾ പിറകുന്നൊരു കാറ് വന്ന് ഇടിക്കുകയായിരുന്നു. അത് പോലീസ് വന്ന് ഒരു സ്വാഭാവിക അപകട മരണമാണ് എന്നാണ് ആദ്യം പോലീസിന്റെ നിഗമനം. പക്ഷെ പിന്നീട് ഈ പാപ്പച്ചന്റെ മകള് റേച്ചല് പോലീസിന് നൽകിയ പരാതിയിലാണ് എനിക്ക് ചില സംശയങ്ങളുണ്ട്, ഇതൊന്ന് ഈ അപ്പച്ചനെ മരണം ഒന്ന് എന്താ പറയുക ഒന്ന് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നീട് ഇതിന്റെ പിന്നിലുള്ള ഈ പാപ്പച്ചന്റെ കൊലപാതകവും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയൊക്കെ പുറത്തു വരുന്നത്. ഈ പാപ്പച്ചന് ഒരുപാട് കാലം BSNL കമ്പനിയിൽ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹം വിരമിച്ചതിന് ശേഷം അദ്ദേഹം തനിയാണ് താമസം. അദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ടൊക്കെ ചില പിണക്കങ്ങളുടെ കാരണത്താൽ വർഷങ്ങളായിട്ട് ഈ പാപ്പച്ചന് തനിച്ചാണ് താമസം. പക്ഷെ പാപ്പച്ചന്റെ ബാങ്ക് അക്കൗണ്ടിൽ 70 ലക്ഷം രൂപയുണ്ട്. അങ്ങനെ പാപ്പച്ചൻ അത് കൊല്ലം ജില്ലയിലെ മിനി മുത്തൂറ്റ് നിധിയുടെ ഓലയിൽ ശാഖയിൽ അക്കൗണ്ട് തുടങ്ങുന്നത് വെറും 6 മാസം മുമ്പാണ്. സമ്പന്നരായ ഇടപാടുകാരെ തേടി നടന്ന അവിടുത്തെ ബാങ്ക് മാനേജർ സരിത എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ കൊലപാതകത്തിലെ 1ാം പ്രതിയായിട്ട് പോലീസ് നിർത്തിയിട്ടുള്ളത്. അതിന് കാരണമുണ്ട്. പാപ്പച്ചനെ പരിചയപ്പെടുന്നത് ഏജന്റുമാർ വഴിയാണ് ഈ സരിത പാപ്പച്ചനെ പരിചയപ്പെടുന്നത്. പാപ്പച്ചന് മറ്റ് ബാങ്കുകളിലായി ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഉണ്ടെന്ന് ഈ സരിതക്ക് പാപ്പച്ചനുമായുള്ള പാപ്പച്ചനുമായിട്ട് അപ്പോഴും സരിത ഒരു അടുപ്പുണ്ടാക്കി. ആ അടുപ്പത്തിലൂടെ സരിതക്ക് മനസ്സിലായി പാപ്പച്ചനിക്ക് നിരവധി ബാങ്കുകളിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെന്ന്. അങ്ങനെ ഈ സരിത പാപ്പച്ചനുമായിട്ട് കൂടുതൽ അടുത്ത് സൗഹൃദ ബന്ധത്തിലായിട്ട് പിന്നീട് സരിത വാഗ്ദാനം ചെയ്യാണ് ഈ പാപ്പച്ചനിക്ക് അവിടെയുള്ള മറ്റുള്ള ബാങ്കുകളിൽ നിന്നൊക്കെ പണം പിൻവലിച്ചാണ് നമ്മുടെ ഈ ബാങ്കിൽ മാത്രം ഇട്ടാൽ മതി, പാപ്പച്ചനിക്ക് ഞങ്ങൾ കൂടുതൽ പലിശ തരാം എന്നൊക്കെ പറഞ്ഞ് ഈ പാപ്പച്ചനെ പ്രലോഭിപ്പിച്ച് കൂടുതൽ സൗഹൃദ ബന്ധത്തിലൊക്കെ ആയ പാപ്പച്ചന് പാവം അത് വിശ്വസിച്ചങ്ങാണ്ട് മറ്റുള്ള ആ ബാങ്കുകളിൽ, പഞ്ചാബ് നാഷണൽ ബാങ്കുകളിലും അങ്ങനെ തുടങ്ങിയ 4-5 ബാങ്കുകളിലത്തെ പൈസ എല്ലാം പിൻവലിച്ചിട്ട് അതെല്ലാം പാപ്പച്ചൻ എടുത്തിട്ട് ഈ മിനി മുത്തൂറ്റിൽ കൊടുന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് 70 ലക്ഷം രൂപ ടോട്ടൽ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് വന്നപ്പോൾ സരിതക്ക് കൂടുതൽ സന്തോഷമായി. വീണ്ടും സരിത പാപ്പച്ചനോട് സൗഹൃദം പുലർത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പിന്നീട് പാപ്പച്ചനോട് സരിത പറയാണ്, എന്റെ കയ്യിൽ വേറെയും കുറെ പലിശന്റെ ആൾക്കാരുണ്ട്, അവർക്കെല്ലാം നമുക്ക് കുറച്ച് കൊടുത്താൽ പാപ്പച്ചനെങ്കിൽ ഇതിൽ നിന്നൊക്കെ കൂടുതൽ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ പാവം പാപ്പച്ചൻ അതെല്ലാം വിശ്വസിക്കാണ്ട് ഈ സരിത പറയുന്നതിലെല്ലാം പാപ്പച്ചൻ അങ്ങ് നിന്നു കൊടുത്ത്. അങ്ങനെ ഇതിന്റെ പേരിൽ സരിത പാപ്പച്ചന്റെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം 36 ലക്ഷത്തോളം രൂപ പാപ്പച്ചന്റെ അക്കൗണ്ടിൽ നിന്നും മെല്ലെ മെല്ലെ ഇങ്ങനെ പോകാൻ തുടങ്ങി. പാപ്പച്ചനിക്ക് ചെറിയ സംശയം തോന്നി. അങ്ങനെ പാപ്പച്ചന് ബാങ്കിൽ വന്ന് എന്താ പറയാ പ്രശ്നം ഉണ്ടാക്കി. കാരണം അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നുണ്ട്, പക്ഷെ സരിത പറഞ്ഞ പലിശയോ ഒന്നും പാപ്പച്ചന്റെ അക്കൗണ്ടിലും വരുന്നില്ല. പിന്നീട് സരിത പാപ്പച്ചനോട് ചെറിയൊരു അകൽച്ച കാണിക്കാനും തുടങ്ങി. ഇതെല്ലാം സംശയം തോന്നിയ പാപ്പച്ചന് നേരെ ബാങ്കിൽ വന്ന് ശബ്ദം ഉണ്ടാക്കി, ആളുകളെ കൂട്ടി എല്ലാം അറിയിച്ചു. പക്ഷെ ഇത് സരിതക്കൊരു ഒരു എന്താ പറയുക, ഒരു ദേഷ്യമായിട്ട് മാറി. പാപ്പച്ചനോട് ഒരു ഈഗോ ആയിട്ട് മാറി സരിതക്ക്. അങ്ങനെ സരിത പിന്നെ ഒരു കൊട്ടേഷൻ സംഘത്തിനെ ഇത് ഏൽപ്പിക്കാണ് ഈ കാര്യങ്ങൾ പാപ്പച്ചനെ എങ്ങനെയെങ്കിലും വകവരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം ഈ പണമെല്ലാം സരിത തന്റെ സ്വന്തം ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പാപ്പച്ചനിക്ക് മനസ്സിലായി. കാരണം പലിശ ഒന്നും വരാത്തതുകൊണ്ടും പിന്നീടുള്ള സരിതയുടെ ആ ഒരു പെരുമാറ്റങ്ങളൊക്കെ തോന്നിയപ്പം പാപ്പച്ചനിക്ക് ഉറപ്പായി ഈ തന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 36 ലക്ഷം രൂപ ഒരു പലിശക്കാർക്കും അല്ല പോയിട്ടുള്ളത്. ഈ സരിത തന്റെ അക്കൗണ്ടിൽ നിന്ന് വളരെ വിദഗ്ധമായി തന്നോട് സൗഹൃദം നടിച്ച് അത് കൈക്കലാക്കി എന്നൊക്കെ പാപ്പച്ചൻ മനസ്സിലാക്കിയിട്ട് പാപ്പച്ചൻ പിന്നീട് ബാങ്കിൽ വന്നിട്ട് ഇതൊരു പ്രശ്നമാക്കി മാറ്റി. അങ്ങനെ അത് നാട്ടുകാരെല്ലാം അറിഞ്ഞപ്പം ഈ ബാങ്ക് മാനേജറായിരുന്ന ഈ സരിത എന്ന് പറയുന്ന സ്ത്രീക്ക് പാപ്പച്ചനോട് അതൊരു ഭയങ്കര ദേഷ്യമായിട്ട് മാറി. കൊല്ലം പന്തളം കുടശനാട് സ്വദേശിയാണ് ഈ പാപ്പച്ചൻ. മുമ്പ് BSNL എഞ്ചിനീയർ കൂടി ആയിരുന്നു ഈ പാപ്പച്ചൻ. പക്ഷെ അങ്ങനത്തെ പാപ്പച്ചനോടാണ് സരിത ഈ ഒരു മഹാപാപം ചെയ്തത്. അങ്ങനെ പിന്നീട് സരിത പാപ്പച്ചനെ എങ്ങനെയെങ്കിലും വകവരുത്തണം എന്നാക്കി മാറ്റി. തന്റെ ചിന്ത അങ്ങനെ ആയി. പാപ്പച്ചനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള ഒരു വളരെ ചീത്ത, ഒരു വളരെ എന്താ പറയുക, ഒരു ദുഷ്കരമായ ചിന്തയായി പിന്നെ സരിതയുടെ മനസ്സിൽ ഫുള്ള്. ഇതിനായി സരിത കൊട്ടേഷൻ ടീമിനെ ഇത് ഏൽപ്പിക്കുകയാണ്. ഇതിൽ ഈ കേസിലെ 2ാം പ്രതി അനിമോൻ എന്ന് പറയുന്ന ആളും പിന്നെ അതുപോലെ തന്നെ ഈ അനിമോന്റെ കൂട്ടുകാരൻ മാഹീൻകും ഈ സരിത 2.5 ലക്ഷം രൂപ നൽകിയിട്ടാണ് ഈ പാപ്പച്ചനെ വകവരുത്താൻ ശ്രമിച്ചത്. അങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം മെയ് മാസത്തിൽ പാപ്പച്ചൻ സൈക്കിൾ ചവിട്ടിയായിരുന്നു പാപ്പച്ചന്റെ സഞ്ചാരം. ഇതെല്ലാം സരിത മനസ്സിലാക്കിയിട്ട് ഈ അനുമോൻ
ഒരു ദിവസം ഓട്ടോ കൊണ്ടുവന്ന് പാപ്പച്ചന്റെ മേത്ത് ഇടിച്ച് 2 പ്രാവശ്യം. ഇങ്ങനെ 2 പ്രാവശ്യമാണ് അനിമോൻ എന്ന് പറയുന്ന ഈ പ്രതി പാപ്പച്ചന്റെ മേത്ത് സൈക്കിൾ ഇടിച്ചത് കൊല്ലാൻ വേണ്ടി. പക്ഷെ ഈ 2 പ്രാവശ്യവും പാപ്പച്ചനി മരിച്ചില്ല. ഇത് ഇവരെ കൂടുതൽ എന്താ പറയാ പ്രലോഭിപ്പിച്ച് ഈ സരിതയെയും അതുപോലെ തന്നെ ഈ അനൂപിനെയും ഈ അനുമോനെയും ഈ മാഹിനെയൊക്കെ. അങ്ങനെ ഇവര് 3ാമത്തെ പദ്ധതിയിടാണ് ഒരു കാറ് വാടകയ്ക്ക് എടുത്തിട്ട് ഇവര് പാപ്പച്ചനെ കൊല്ലാൻ. പിന്നെ കഴിഞ്ഞ ജൂലൈ 23-നാണ് ഇവര് ഗൂഢമായി ആലോചന ചെയ്ത് ഈ സരിതയും അതുപോലെ തന്നെ അനുമോനും മാഹീനും ചേർന്ന് ഗൂഢമായി ആലോചന നടത്തി. കഴിഞ്ഞ ജൂലൈ 23-ാം തീയതി പാവം പാപ്പച്ചന് സൈക്കിൾ ചവിട്ടി പോകുന്ന സമയത്ത് ഒരു കാറ് വാടകയ്ക്ക് എടുത്തിട്ട് ഇവര് ആ പാപ്പച്ചനെ സൈക്കിളിൽ കൊണ്ടുപോയി കാറിടിച്ചു. അങ്ങനെ ആ പാപ്പച്ചന് സൈക്കിളിൽ നിന്ന് തെറിച്ച് വീണ് ഭയങ്കരമായിട്ട് പരിക്ക് പറ്റി ഈ പാപ്പച്ചനിക്ക്. അങ്ങനെ 23-ാം തീയതി ഈ അപകടം നടന്ന് 26-ാം തീയതി ഈ പാപ്പച്ചന് മരണപ്പെട്ടു. പക്ഷെ അതൊരു സ്വാഭാവിക മരണമായിട്ടായിരുന്നു. പിന്നീടാണ് ഈ കൊലപാതകം ഇതിന് പിന്നാലെ ഇങ്ങനെ ചുരുളഴിഞ്ഞു വരുന്നത് മകള് റേച്ചലിന്റെ ഒരു സംശയത്തിൽ. അങ്ങനെ സംശയം തോന്നിയ പോലീസ് ആദ്യം ബാങ്കിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ബാങ്കിന്റെ ഓംബുഡ്സ്മാൻ വഴിയാണ് പിന്നീട് പോലീസിന് കൂടുതൽ വ്യക്തമാകുന്നത്. കാരണം സരിതന്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ആ സരിതന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസയും ആ പൈസ എങ്ങനെ വന്നു എന്ന് പോലീസ് ചോദിച്ചപ്പോൾ സരിതക്ക് പിന്നെ അവിടെ നിന്ന് തുടങ്ങിയ ആ ഒരു തരം പേടി, വെപ്രാളം ഇതെല്ലാം മനസ്സിലാക്കി കൂടുതൽ ചോദ്യം സരിതയോട് പോലീസുകാർ കൂടുതൽ ചോദ്യം ചോദിച്ചപ്പോഴാണ് അനുമോന്റെ പേരും അതുപോലെ തന്നെ മാഹിന്റെ പേരൊക്കെ സരിത വെളിപ്പെടുത്തിയത്. അധികം വൈകാതെ തന്നെ പോലീസ് ഇവരെ ടോട്ടൽ 5 പ്രതികളാണ് ഇവര്, സരിത അടക്കം 5 പ്രതികളെ, കൂട്ടുപ്രതികളെയും കൂട്ടി 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവരെ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയെന്ന്. ഇപ്പോ ഒരു സ്ത്രീയാണ് ഇതിന്റെയൊക്കെ ഒരു മുഖ്യധാരി എന്നുള്ളത്. പൈസയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ പോലും ഇങ്ങനത്തെ കൊലപാതകങ്ങൾക്ക് എന്താ പറയാ മുൻകൈ കൊടുക്കുന്നതൊക്കെ എന്താണ് നമ്മുടെ കേരളത്തിന് സംഭവിക്കുന്നത്? ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളത്. എന്തായാലും ഇപ്പോ സരിതയും മറ്റു 5 കൂട്ടുപ്രതികളെയൊക്കെ ഇപ്പോ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. അവർക്കെല്ലാം തക്കതായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് നമുക്ക് എന്താ പറയാ പ്രാർത്ഥിക്കാം. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.